കേരളത്തിന്റെ പ്രിയ നടനായിരുന്ന മോഹൻലാലാണ് ഈ പ്രോഗ്രാമിലേക്ക് മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത്. ഇത് കേരളത്തിലെ മതേതര മനസ്സുകൾക്ക്, ബോധമുള്ള മനസ്സുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഫസലെ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്നോട് തിരിച്ചൊരൊറ്റ ചോദ്യം. നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിന്റെ പത്രമുള്ള മാധ്യമപത്രം പറഞ്ഞ ഈ മാധ്യമപത്രത്തിന്റെ ഒരു പരിപാടിക്ക് മോഹൻലാൽ മുഖ്യാതിഥിയായിട്ട് പോയി കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ മതേതര സംഘികൾ മോഹൻലാലിനെതിരെ തിരിയും, അല്ലെങ്കിൽ മോഹൻലാൽ സംഘികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരമാണ് അതെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭീകര പാർട്ടിയായിട്ടുള്ള ഭീകര സംഘടനയായിട്ടുള്ള ഹമാസിന്റെ എല്ലാ ആൾക്കാർക്കും ഹമാസിന് കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുത്ത് അവർക്ക് അഭയം കൊടുത്ത് നാടായിട്ടുള്ള ഖത്തറിന്റെ അമീർ നേരിട്ടായിരുന്നു അവർക്ക് അഭയം കൊടുത്തത്. ആ അമീർ നമ്മുടെ നാട്ടിലേക്ക് വന്ന സമയത്ത് പോയി കെട്ടിപ്പിടിച്ച പ്രധാനമന്ത്രിനെ നീ എന്താ പറയുക? അല്ലെങ്കിൽ ഈ നാട്ടിലെ മതേതര സംഘികളായിട്ടുള്ള മുസംഗി, ക്രിസംഗി, സംഘി എച്ചിലുകളായിട്ടുള്ള നിങ്ങൾ എന്ത് വിളിക്കും? ഇതിനെ വല്ല ഉത്തരം അങ്ങ് പറയാണ്ടോ? ഏതായാലും ഈ വീഡിയോ മൊത്തം കണ്ടു നോക്കി, ഇപ്പം ചിരിപ്പിച്ച് കൊല്ലല്ലാരും. മോഹൻലാലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ലോകം മൊത്തം ആഗോളതലത്തിൽ തന്നെ അവർ ഉയർത്തിപ്പിടിക്കാനുള്ളത് മതരാഷ്ട്രവാദമാണ്. ഓരോ രാജ്യങ്ങളിലും മതരാഷ്ട്രവാദത്തിന് വേണ്ടിയിട്ട് അവർ കഠിന പ്രയത്നങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അവർ മതരാഷ്ട്രമാക്കിയത് ബംഗ്ലാദേശിനെ നമ്മളെല്ലാവരും തന്നെ കണ്ടു. ഈ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന വളരെ കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അവർ തന്ത്രപരമായിട്ട് ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ ഭരണത്തെ പോലും അട്ടിമറിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന പോലും ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ മുന്നോട്ട് പോകുന്നത്. തന്ത്രപരമായിട്ടാണ് കാര്യങ്ങൾ അവർ കൊണ്ടുപോകുന്നത്. കേരളത്തിൽ ഒരു പ്രമുഖ ചാനൽ അവർക്കുണ്ട്, അതേപോലെ തന്നെ പ്രമുഖ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇതിലൂടെയൊക്കെ തന്നെ അവരുടെ അജണ്ട കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. മറ്റു സ്ഥലങ്ങളിലെ പോലെ ബംഗ്ലാദേശ് പോലെയൊന്നും പൊട്ടിപ്പുറപ്പെടലിലേക്ക് അവർ എത്തിയില്ല. അവർ പരമാവധി തന്ത്രപരമായിട്ടാണ് കേരളത്തിൽ ഉൾപ്പെടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഗൾഫ് മാധ്യമം ഷാർജയിൽ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഏത്? ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ ഗൾഫ് മാധ്യമമാണ് ഷാർജയിൽ ഒരു ഇവന്റ് നടത്തുന്നത്. കമോൺ കേരള എന്ന ഇവന്റ്. ഈ ഇവന്റ് നടക്കുന്നത് മെയ് 9, 10, 11 ദിവസങ്ങളിലാണ്. ഈ പ്രോഗ്രാമിന്റെ മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത് മറ്റാരുമല്ല, കേരളത്തിന്റെ പ്രിയ നടനായിരുന്ന മോഹൻലാലാണ് ഈ പ്രോഗ്രാമിലേക്ക് മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത്. ഇത് കേരളത്തിലെ മതേതര മനസ്സുകൾക്ക്, ബോധമുള്ള മനസ്സുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഒരു സംഘടന, മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടന നടത്തുന്ന പ്രോഗ്രാമില് മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ ഒരു നടൻ പങ്കെടുക്കുക എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ചിന്തിച്ചു ഫസലെ, ഞാനും ചിന്തിച്ചു. മതേതര കേരളത്തിലെ ഓരോ മലയാളികൾക്കും ഇത് അംഗീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ച ചോദ്യം കറക്റ്റാണ്. പറ്റും. മതേതരായിട്ടുള്ള മലയാളികൾക്ക് പറ്റും. പക്ഷേ സംഘികൾക്കും, ക്രിസംഘികൾക്കും, മുസംഘികൾക്കും, എച്ചിൽ ചെറ്റകൾക്കും പറ്റില്ല. അത് കറക്റ്റാണ്. അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ എമ്പുരാനിലും കണ്ടത്. അപ്പം എന്താണെങ്കിലും ഈ ഹമാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഘടന ഉണ്ടല്ലോ, ഹമാസ് എന്ന് പറഞ്ഞിട്ടുള്ള തീവ്രവാദ സംഘടന, ഈ മതരാജ്യമാക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൽ മൊത്തം മതരാജ്യമാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള ഹമാസ് എന്ന് പറഞ്ഞ സംഘടനയെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് അഭയം കൊടുത്ത് അവർക്ക് എല്ലാം കൊടുത്ത് സ്ഥലമാണ് ഖത്തർ. ഖത്തറിലായിരുന്നു അവരും അവരുടെ കുടുംബങ്ങളും എല്ലാം താമസിച്ചിരുന്നത്. ഖത്തറിൻ്റെ അമീറായിരുന്നു അവർക്കുള്ള സപ്പോർട്ട്. അവർക്ക് വേണ്ട ഭക്ഷണവും അവർക്ക് വേണ്ട ആയുധങ്ങളും അവർക്ക് വേണ്ട എന്തൊക്കെ ഉണ്ടോ പൈസയോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഖത്തറായിരുന്നു. ഈ ഖത്തറിൻ്റെ അമീറാണ്, അതായത് ഇത്രയും വലിയൊരു ഭീകര സംഘടന സപ്പോർട്ട് ചെയ്ത ഖത്തറിൻ്റെ അമീറാണ് കഴിഞ്ഞ മാസം ഇവിടെ വന്നപ്പോൾ മോദിജി പ്രോട്ടോക്കോൾ തെറ്റിച്ച് പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തത്. അപ്പം അത് ഈ നാട്ടിലെ അല്ലെങ്കിൽ കേരളം വിട്ടേക്ക് ഇന്ത്യയിലെ മതേതര സംഘികൾക്ക് സഹിക്കാൻ പറ്റുമോ? സഹിച്ചില്ലേ? അപ്പോൾ മോഹൻലാൽ ഈ പറഞ്ഞ അവിടെ പോയി ഗസ്റ്റ് ആവുന്നതാണോ? ഈ പറഞ്ഞ ഖത്തറിൻ്റെ അമീറിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത നമ്മുടെ മോദിജിയാണോ യഥാർത്ഥത്തിൽ ഇവിടെ ചോദ്യചിഹ്നം? അതിനുള്ള മറുപടി എനിക്ക് പറയണ്ടോ? എൻ്റെ വായിലുണ്ടല്ലോ എൻ്റെ പൊന്നാര ഫസലെ, വിഡ്ഢിത്തങ്ങളൊന്നും വിളിച്ച് പറയാണ്ടിരിക്കും. സംഘി പൈസ കിട്ടണമെങ്കിൽ സംഘിനെ നക്കി ജീവിക്കുക എന്ന് പറഞ്ഞത് സുഖമുള്ള പരിപാടി ആയിരിക്കും. അതാണല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ പൊട്ടത്തരൊക്കെ പറയുമ്പോൾ ഇപ്പുറത്ത് അതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ആലോചിക്കണം. നീയല്ല മോഹൻലാലിനെ പഠിപ്പിക്കാൻ പോണ്, നീയാണല്ലോ കോടതി. പോടാ എന്ന് മോഹൻലാൽ നിൻ്റെ മുഖത്ത് നോക്കി പറയേണ്ട ഒരവസ്ഥ ഏതായാലും മോഹൻലാലിനുണ്ടാവില്ല. കാരണം നീ എവിടെ കിടക്കുന്നു? മോഹൻലാലിൻ്റെ നരസിംഹം ഡയലോഗിൽ പറഞ്ഞ പോലെ അച്ഛൻ്റെ കാലിലെ ഒരു നഖം വിട്ട് അത് കരിച്ച് ചന്ദനമുട്ടിലിട്ട് കരിച്ച് വേണം തരും മോഹൻലാൽ നിനക്ക്. പൊട്ടത്തരം പറയാണ്ടിരിക്കും. ഞാൻ എൻ്റെ അടുത്ത ടെൻഷൻ എന്തൊക്കെയെന്ന് കേൾക്കാം. നമുക്ക് പറ. ഈ നടനെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ മോഹൻലാല് പല കാരണങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെയും ഓൺലൈനിലൂടെയൊക്കെ പല കാരണങ്ങളാണ്
സിനിമാ ഷൂട്ടിങ്ങോ, അങ്ങനെ പല കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ മോഹൻലാലായിട്ട് ഒരു പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സകല ആളുകൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്തിന്റെ പേരിലാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഒരു പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്ത മോഹൻലാല് ഗൾഫിൽ ഷാർജയിൽ നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘടന നടത്തുന്ന ഒരു പ്രോഗ്രാമിലേക്ക് എങ്ങനെയാണ് മോഹൻലാല് പങ്കെടുക്കുക? ഇച്ചിരി കാര്യം ചെയ്യും, പിടിച്ചു വെക്ക്. മോഹൻലാലിനോട് പറ, നടക്കില്ല, ഞങ്ങൾ ഈ നമ്മുടെ നാട്ടിലെ മുസംഗികൾ സമ്മതിക്കില്ല എന്ന് പറ. നീ പോയി സമരം ചെയ്യടാ, മോഹൻലാലിന്റെ വീട്ടിന്റെ മുമ്പിൽ പോയി അങ്ങോട്ട് സമരം ചെയ്യും. ഞാൻ നിങ്ങളുടെ വിടില്ല. എൻ്റെ സ്വന്തം മോദിജി പറഞ്ഞ, അല്ലെങ്കിൽ മോദിജി വിളിച്ചിട്ടില്ല പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാത്ത മോഹൻലാലെ നിന്നെ ഞങ്ങൾ വിടില്ല. സംഘികളെല്ലാവരും കൂടെ ചെല്ലണം. എടാ മരവൂളെ, നിനക്കൊന്നും ബോധമില്ലടാ. മോഹൻലാൽ അമ്പലത്തിൽ പോടോ, മോഹൻലാൽ പള്ളിയിൽ പോടോ, ഈ മോഹൻലാൽ ഷാർജയിൽ പോകണോ, ബുക്കിന് പങ്കെടുക്കണോ, മറ്റേന് പങ്കെടുക്കണം, മോഹൻലാൽ തീരുമാനിക്കൂലേ? നീയാണോ ഇത് കിടന്ന് കുരച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു സാമാന്യ ബോധം ഉണ്ടെങ്കിൽ നിനക്ക് നീ ഇതൊക്കെ പറയാൻ നിൽക്കടോ. ഒത്തിരി ചിന്തിച്ച് നോക്കടാ. മോഹൻലാൽ ഇഷ്ടമുള്ളിടത്ത് പോകും. പ്രാണപ്രതിഷ്ഠക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ഓരോ ഒലയ്ക്കും അവന് കിട്ടാനില്ല. ഇതിന് പോയ പരിപാടി മുഖ്യ അതിഥിയാണ് പൈസ വരുന്നത്. നീ എന്ത് പൊട്ടനാടോ? ചിലപ്പോൾ അന്ന് പ്രാണപ്രതിഷ്ഠൻ്റെ അന്ന് മോഹൻലാൽ ഷൂട്ടിലായിരിക്കും പൈസ വരുന്നത്, അല്ലെങ്കിൽ പ്രശസ്തിയെ വരുന്നത്. അല്ല അവിടെ പോയി ഇരുന്നവർ മറ്റേ ഹെലികോപ്റ്റർ പൂവ് തട്ടിപ്പോകുമ്പോൾ ഇങ്ങനെ കൈയടിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അന്ന് കുറേ ആൾക്കാർ പോയിരുന്നിട്ട് ഇപ്പോൾ അവർക്കൊക്കെ വല്ലതും കിട്ടിയോ? എന്ത് വിവരക്കേടൊക്കെയാണ് ഫസലെ വിളിച്ചു പറഞ്ഞത്. അവർക്ക് ഓരോരുത്തരും ഇഷ്ടമല്ലേ അവർ പോണ്ടേന്നൊക്കെ. നീയാണോ അവരെ കുത്തി തിരിച്ചുണ്ടാക്കാൻ പോണപ്പോൾ? കഷ്ടം. സംഗീതം കയറി കഴിഞ്ഞാൽ പിന്നെ ബോധം തലയിൽ ചാണകാന്ന് അറിയാം. എന്നാലും ഇങ്ങനൊക്കെ ഉണ്ട്. നിങ്ങൾ ആലോചിച്ചു, മോഹൻലാലുമായി ബന്ധപ്പെട്ടൊരു വലയമുണ്ട്, അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക വലയമാണ് എന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ? എമ്പുരാൻ സിനിമ നമ്മൾ കണ്ടതാ. എന്തൊക്കെയായിരുന്നു ആ സിനിമയിൽ? നമ്മളൊക്കെ തന്നെ കരുതിയത് മോഹൻലാലിനെ കൊണ്ട് ആളുകൾ പറ്റിക്കുകയാണ് എന്ന്. പക്ഷെ അടുത്ത ഈ പ്രോഗ്രാമിന്റെ വാർത്തയും കൂടി കാണുമ്പോൾ അങ്ങനെ പറ്റിക്കല്ല, അവർക്കൊപ്പം തന്നെയാണോ എന്നല്ലേ നമ്മളിപ്പോ ചിന്തിക്കേണ്ടത്. മോഹൻലാലിന് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ? ഒരു പ്രത്യേക അജണ്ടക്കൊപ്പം അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ടോ? നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നസെന്റിന് വേണ്ടിയിട്ട് ഈ പറയുന്ന മോഹൻലാൽ പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഗണേഷ് കുമാറിന് വേണ്ടിയിട്ട് അദ്ദേഹം പത്തനാപുരത്ത് പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല. സുരേഷ് ഗോപി വലിയ സുഹൃത്താണ് എന്നൊക്കെ പല സമയങ്ങളിലും ഈ പറയുന്ന മോഹൻലാൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രചരണത്തിന് നമ്മൾ ആരും കണ്ടിട്ടില്ല. സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ വീട്ടിലേക്കൊക്കെ പോയതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്താണ്? അതെ, പോയിട്ടില്ല. മോഹൻലാലിന് സുരേഷ് ഗോപിന്റെ പ്രചരണത്തിന് പോകാൻ ഒരൊട്ടും താല്പര്യമില്ല. കാരണം സംഘികളുടെ പ്രചരണമാണ്. സംഗീ എന്ന് പറയുമ്പോൾ തന്നെ ഒരു അറപ്പാടാ. സംഗീ എന്ന് പറയുമ്പോൾ തന്നെ സംഗീ അതിപ്പോഴും ഉണ്ട്. അതാണ് ഈ നടന്മാരൊന്നും ഇങ്ങനെ പുറത്തോട്ട് വന്ന് കാണിക്കാതെ. ഇനി ഉള്ളിലൊരു സംഗീതം ഉണ്ടെങ്കിൽ പോലും സുരേഷ് ഗോപിനൊക്കെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഒരു നാറ്റമാണ് ചാണകത്തിൻ്റെ. ഈ പറഞ്ഞ ഇന്നസെന്റിന്റെ അല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ മുകേഷിന്റെ ഒക്കെ ഇതിന് പോയി കഴിഞ്ഞാൽ അവർ കമ്മ്യൂണിസ്റ്റാ. ആ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പവറൊക്കെ ഫീൽ ചെയ്യാറ്. കമ്മ്യൂണിസം ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ടുള്ള ആശയം പറയുമ്പം അതും പറഞ്ഞിട്ട് പ്രചരണത്തിന് വരുമ്പം ഒരു സുഖമുണ്ട്. അല്ല, സംഘിൻ്റെ പ്രചരണത്തിന് പോകാന്ന് പറയുമ്പോൾ ഒരു ചാണകം മേല് തേച്ച എഫക്റ്റ് എല്ലാവർക്കും. എന്നിട്ട് മോഹൻലാലെ പരിപാടിക്ക് നിൽക്കുക, സുരേഷ് ഗോപിന്റെ പിന്നാലെ പോകാൻ നിൽക്കുക. അനക്കെ ചിന്തിച്ചാൽ പോരെ ഫസലെ? എന്ത് പോട്ടനോട്. സകല ആളുകൾ ഒന്ന് ഗൗരവത്തിൽ ചിന്തിക്കണം. നമ്മുടെ കേരളത്തില് അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള എയർപോർട്ടിലേക്ക് പോലും ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ യുവജന സംഘടനകൾ, സോളിഡാരിറ്റി, അത്തരം സംഘടനകളൊക്കെ മാർച്ച് പോലും നടത്തി. ആ മാർച്ചിൽ പോലും അവർ ഉയർത്തിപ്പിടിക്കുന്നത് ആഗോളതലത്തിൽ ജിഹാദികളുടെ തന്തമാരെയാണ് ഇവർ ഉയർത്തിപ്പിടിക്കാറുള്ളത്. ആഗോളതലത്തിലുള്ള ജിഹാദികളുടെ തന്തമാര്, ഇസ്മായിൽ ഹരിയ, യഹിയ സിൻവാർ, അങ്ങനെ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ഭീകരരുടെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ച് ഇവിടെ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടന നടത്തുന്ന ഒരു പ്രോഗ്രാമിലേക്ക് മോഹൻലാൽ പങ്കെടുക്കാൻ പോകുന്നു. നമ്മുടെ മാധ്യമങ്ങളുടെ വാർത്തയാണ്. നിങ്ങൾ ആലോചിക്കണം, ഓരോ ആളുകളും ചിന്തിക്കണം. ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ സോളിഡാരിറ്റി മലപ്പുറത്ത് ഇസ്മായിൽ ഹനിയ എന്ന കൊടും ഭീകരനെ കൊണ്ട് ഓൺലൈനിൽ പ്രസംഗിപ്പിച്ചതും ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയുടെ നേതൃത്വത്തിലാണ്. അങ്ങനെ ആഗോളതലത്തിലുള്ള ഭീകരരെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയുടെ ഒരു മാധ്യമം നടത്തുന്ന ഒരു ഇവന്റിലേക്ക് മുഖ്യാതിഥിയായിട്ട് മോഹൻലാൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളിയുടെയും കരണത്തടിക്കുന്നത് പോലെയാണ്. എന്റെ പൊട്ടാ, ഈ സിൻവറിന്റെയും മുഹമ്മദിന്റെയും ഒക്കെ ഫോട്ടോ മാത്രമേ ഇവിടെ ആൾക്കാർ പൊക്കിയിട്ടുള്ളൂ. ഈ പറഞ്ഞ ആൾക്കാരെ സ്വന്തം വീട്ടില് സ്വന്തം രാജ്യത്ത് പോയി കുത്തിയിരുന്ന് അവിടെ അഭയം കൊടുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത്, വീണ്ടും ഞാൻ പറയട്ടെ, ഈ സിൻവറിനും ഈ പറഞ്ഞ ഇസ്മായിൽ അനിയക്കൊക്കെ വീട്ടിൽ ഇരുത്തി ഭക്ഷണം കൊടുത്ത് കയ്യിൽ കാശ് കൊടുത്തിട്ട് ഹമാസിനെ സപ്പോർട്ട് ചെയ്ത് ഖത്തർ ഭരണാധികാരി ഇവിടെ വന്നിട്ട് മോദിജി കെട്ടിപ്പിടിച്ചില്ലേടോ പോട്ട.
നീ എങ്ങനെ ഇത് രണ്ടും കമ്പയർ ചെയ്യുക? ഇതിനുള്ള ഉത്തരം ഈ പറഞ്ഞു കേട്ടോ. അടുത്ത ഏതെങ്കിലും വീഡിയോ ഈ കാണുന്നുണ്ടെങ്കിൽ ഇതിനുള്ള ഉത്തരം ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. എനിക്ക് നാട്ടിലെ യഥാർത്ഥ മതേതരായിട്ടുള്ള ആൾക്കാർ കേൾക്കട്ടെ, സംഘികളല്ല. എന്നോട് ഇനി ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ എന്ത് പറയാൻ? ആ വീഡിയോ ഒന്ന് പോയി കണ്ട് പൊട്ടന്മാരാവണ്ട കേട്ടോ ബാക്കിയുള്ളവർ. ഇതൊക്കെ ഓരോ ഇതിൽ പറഞ്ഞത്. ഞാൻ ഈ ചോദിച്ച എന്തെങ്കിലും ഒരു ചോദ്യത്തിന് കറക്റ്റ് ഒരു മറുപടി ഇവന് പറയാൻ പറ്റുമോ? എന്ത് അവസ്ഥയില്ലേ? മോദിജി കേൾക്കണ്ട.